നമസ്കാരം, രുചിയുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു വൈൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. സപ്പോട്ട ഉണ്ടല്ലോ, ചിക്കു. അപ്പോൾ ചിക്കു വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു വൈനാണ്. നമുക്ക് നോക്കാം ഈ ഒരു വൈൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ആവശ്യം, എങ്ങനെയാണ് ഉണ്ടാക്കുന്നതൊക്കെ. അപ്പോൾ ഈ ഒരു വൈൻ ഉണ്ടാക്കാൻ വേണ്ടി നമ്മളിവിടെ 1 കിലോ സപ്പോട്ടയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നല്ലപോലെ കഴുകിയതിന് ശേഷം എന്തെങ്കിലും ഒരു തുണിയിലോ മറ്റോ വിരിച്ചിടുക. എന്നിട്ട് നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ടുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ സപ്പോട്ട കൊണ്ട് വൈൻ ഉണ്ടാക്കുന്ന സമയത്ത് തൊലിയൊന്നും കളഞ്ഞിട്ടല്ല, ഡയറക്റ്റ് ആയിട്ട് ഇട്ട് അങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ എന്തായാലും തൊലി ഒന്ന് കളയുന്നുണ്ട്. കാരണം നമുക്കറിയില്ലല്ലോ, മരുന്നൊക്കെ അടിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് പറ്റുന്ന വിധത്തിൽ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് നമുക്ക് കളഞ്ഞ് എടുക്കാം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ഉള്ളിലുള്ള കുരു ഉണ്ടല്ലോ, അപ്പോൾ അതൊന്ന് കളഞ്ഞു കൊടുക്കണം. അപ്പോൾ സപ്പോട്ട ഒന്ന് കുരുവൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാര നമ്മൾ എടുത്തിരിക്കുന്നത് 750 ഗ്രാമാണ്. അപ്പോൾ സപ്പോട്ട, പഴുത്ത സപ്പോട്ട തന്നെ എടുക്കാൻ വേണ്ടി നോക്കുക. അത്ര മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു 600 ഗ്രാം വരെ എടുത്താൽ മതി. പിന്നെ സ്പൈസസ് വേണം. അതിന് വേണ്ടിയിട്ട് ചെറിയ കഷ്ണം ജാതിക്ക എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ജാതിപത്രിയുടെ ഒരു ഇതെല്ലാം എടുത്തിട്ടുണ്ട്. ഗ്രാമ്പു വേണം ഒരു 6 എണ്ണം. പിന്നെ ഏലക്ക എടുത്തിട്ടുണ്ട് ഒരു 2 എണ്ണം. അതുപോലെ ചെറിയ കഷ്ണം പട്ട. പിന്നെ ഈസ്റ്റ് കാര്യമായിട്ട് വേണ്ടാണ്. ഈസ്റ്റ് 3/4 ടീസ്പൂണാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ ഗോതമ്പ്, നമ്മൾ ഹോൾ ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്. അത് ഒരു കൈപ്പിടി ആ കണക്കിനാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതിന് പകരം നമുക്ക് നുറുക്ക് ഗോതമ്പ് എടുത്താലും മതി. വൈന് നമ്മൾ ഉണ്ടാക്കുന്നത് ഈ ഒരു ഭരണിയിലാണ്. അപ്പോൾ ഇത് നല്ലപോലെ നമ്മൾ എപ്പോഴാണോ വൈൻ ഉണ്ടാക്കുന്നത് അതിന് മുന്നേ നന്നായിട്ട് ചൂടുവെള്ളത്തിലൊക്കെ കഴുകി തുടച്ച് വെള്ളമൊന്നും തീരെ ഇല്ലാതെ വെച്ചതാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിനായിട്ടൊരു മരത്തിൻ്റെ തവി വേണം ഇളക്കി കൊടുക്കാൻ വേണ്ടി. ഇതുപോലെ നല്ല വൃത്തിയാക്കി വെച്ചതാണ്. ഇതിന് മാത്രം ഉപയോഗിക്കുക, വൈൻ ഉണ്ടാക്കാൻ മാത്രം ഉപയോഗിക്കുക, കറിക്കോ ഒന്നും ഉപയോഗിക്കാതിരിക്കുക. അപ്പോൾ എന്തായാലും സെപ്പറേറ്റ് ആയിട്ട് ഇതുപോലൊരു തവി എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ വൈൻ മിക്സ് ചെയ്യാൻ പോവാണ്. അതിനുവേണ്ടി ആദ്യം നമുക്ക് ഭരണിയിലേക്ക് സപ്പോട്ട ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയും ചിക്കും ഒക്കെ ചേർത്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഇത് തവി വെച്ച് ഒന്ന് നല്ലപോലെ ഇങ്ങനെ കുത്തി ഇളക്കി കൊടുക്കുകയാണ്. പഞ്ചസാരയും അതുപോലെ തന്നെ ഇനി ഈ ചിക്കു പഴുത്തതായതുകൊണ്ട് അതിങ്ങനെ ഉടഞ്ഞു കിട്ടും. നല്ലപോലെ ഒന്ന് ചെയ്തെടുക്കാം. ഇതാ നല്ലപോലെ നമ്മൾ ഇളക്കി കൊടുത്തു. അപ്പോൾ ചിക്കു നല്ലപോലെ ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സ്പൈസസ് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ജാതിക്ക, ജാതിപത്രി, ഗ്രാമ്പു, ഏലക്ക, പട്ട. ഇനി നമുക്ക് ഇതിലേക്ക് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. അതുപോലെ ഗോതമ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ നമുക്ക് തുണിയിൽ ഇങ്ങനെ കെട്ടിയിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഗോതമ്പൊക്കെ വെള്ളം ഒഴിച്ചതിന് ശേഷം തുണിയിൽ കെട്ടിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ എന്തായാലും അരിച്ചെടുക്കുന്നതാണല്ലോ, അതുകൊണ്ട് ഇങ്ങനെ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊന്നുകൂടെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. ഞാനിപ്പം 1.25 ലിറ്റർ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ ഭരണിയുടെ സൈസ് അനുസരിച്ചാണ്. കാരണം മുഴുവനായിട്ട് ഭരണിയിൽ നിറഞ്ഞു നിൽക്കാൻ പാടില്ല. ഫെർമെൻ്റ് ആയി വരുമ്പോൾ പുറത്തോട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും 1.25 ലിറ്ററാണ് വെള്ളം ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത്. അതായത് ചൂടാക്കി തണുത്ത വെള്ളമാണ്. ഈ ഒരു അളവിനാണെങ്കിൽ ഒരു 2.5 ലിറ്റർ വെള്ളത്തോളം നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് വെള്ളം ആദ്യം ചേർത്ത് കൊടുക്കാം.
അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ 2 ലിറ്ററിനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1.25 അല്ല, 2 ലിറ്റർ തന്നെ നമുക്ക് കൊള്ളുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഇളക്കി കൊടുത്തു. ഭരണി മുഴുവനായിട്ട് വെള്ളം ഒഴിച്ചിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് വലിയ ഭരണിയാണെങ്കിൽ ഈ ഒരു അളവെടുത്തിട്ട് 2.5-3 ലിറ്റർ വരെ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി ഇത് നമ്മൾ അടച്ചു വെക്കാൻ പോവാണ്. നമുക്കൊരു തുണി വെച്ചിട്ട് ഇതിൻ്റെ വായൊന്ന് കെട്ടി കൊടുക്കാം, ഒരു ഇതും വെച്ച്. ഇനി നമ്മളിത് 21 ദിവസം കഴിഞ്ഞാലാണ് വൈനാവുക. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ഇളക്കി കൊടുക്കണം. അപ്പം നമ്മൾ എപ്പോഴാണോ ഇത് ഇങ്ങനെ അടച്ചു വെക്കുന്നത് അതേ സമയം തന്നെ ഇളക്കി കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇനിയുള്ള 21 ദിവസം ഇളക്കി കൊടുത്ത് 21ാമത്തെ ദിവസമാണ് നമ്മളിത് അരിച്ചിട്ട് ബോട്ടിലിൽ ആക്കി വെക്കുന്നത്. അതിന് ശേഷം എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് വൈന്. പിന്നെ ഓരോ ദിവസം കൂടുമ്പോൾ അതിൻ്റെ ആ വീര്യം അങ്ങ് കൂടി വരും. അപ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിത് നല്ല നീറ്റായിട്ട് വെള്ളമൊന്നും ഇല്ലാതെ ഉപയോഗിക്കുന്ന പാത്രങ്ങളായാലും അതുപോലെ തവി ആയാലും ഒക്കെ വെള്ളമൊന്നും ഇല്ലാതെ നല്ല ഡ്രൈ ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ എത്രയും നീറ്റായിട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് വൈൻ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ എന്തായാലും ഇത് അധികം ലൈറ്റൊന്നും ഇല്ലാത്ത ഇടത്ത് സൂക്ഷിച്ചു വെക്കാം. എന്നിട്ട് നമുക്ക് ഡെയിലി ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കു വൈൻ ഇപ്പം 21 ദിവസം നമ്മൾ ഇളക്കി കൊടുത്തു. അപ്പം നമ്മളിതിനി അരിച്ചിട്ട് ബോട്ടിലോട്ട് മാറ്റാൻ പോവാണ്. ആദ്യം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു തുണി വെച്ച്, നല്ല നീറ്റായിട്ടുള്ളൊരു തുണി വെച്ച് ഒരു പാത്രത്തിലേക്ക് അരിച്ച് മാറ്റും. എന്നിട്ട് നമുക്ക് ബോട്ടിലാക്കാം. അപ്പോൾ നമ്മൾ ഇതാ അരിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് ബോട്ടിലോട്ട് മാറ്റി കൊടുക്കാം. ബോട്ടിലിൻ്റെ ഒരു 1/4 ഭാഗം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വയ്ക്കാം. അപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ മട്ടൊക്കെ ഇങ്ങനെ താഴത്ത് ഇറങ്ങും. അപ്പം നല്ല തെളിഞ്ഞ് വരും. അപ്പം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ 2 ദിവസം കഴിഞ്ഞ് നമ്മൾ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ കൂടുതൽ ദിവസം നിൽക്കും തോറും ഇത് കൂടുതൽ തെളിഞ്ഞ് വരികയാണ് ചെയ്യുക, മട്ടെല്ലാം താഴേക്ക് ഊറി കഴിഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഈസി ആയിട്ട് സപ്പോട്ട വൈൻ ഉണ്ടാക്കി. നല്ല പഴുത്ത സപ്പോട്ടയാണെങ്കിൽ പിന്നെ പറയണ്ട, നല്ല ടേസ്റ്റാണ്. മധുരമൊക്കെ നമുക്ക് കുറച്ച് അളവ് വേണമെങ്കിൽ കുറയ്ക്കാം. നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ഇത്ര തന്നെ ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. അപ്പോൾ പുതിയൊരു വീഡിയോ കാണും. അതുവരെ ബൈ.